പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, സുബൈ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, എല്ലാ നിസ്കാരത്തിനും സിക്റിനും ഒരു ഖുർആൻ ഓതുന്നതിനും ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ എനിക്ക് എപ്പോഴും പരീക്ഷണമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ നിസ്കാരം ഇല്ലാത്ത ആൾക്കാർ അവർക്ക് അള്ളാഹ് വാരിക്കോരി കൊടുക്കുകയാണ്. എന്ത് സന്തോഷത്തിലാണ്, എത്രയാണ് പൈസ. നമ്മളിങ്ങനെ അള്ളാഹ്ക്ക് ദുആ ചെയ്യുന്നു, ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം. അനുഗ്രഹമല്ല, ശിക്ഷ എന്ന് പറയുന്നത് അത് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുക എന്നുള്ളത്. അതിനേക്കാൾ വലിയൊരു ശിക്ഷ ഒരു മനുഷ്യന് കിട്ടാനില്ല. അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പൈസയോ പ്രതാപമോ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അവന് ജോലിയും ശമ്പളവും സാലറിയും അതൊന്നുമല്ല. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ വഴിയിലേക്ക് കൊണ്ടുവരാ, ഹിദായത്ത് കൊടുക്കുക, അവന് വേണ്ടി അവന് ഓർക്കാനും അവന് ദുആ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ്. എത്രമാത്രം അവന് തൗഫീഖ് കൂടുതൽ കിട്ടുന്നു അത്രമാത്രം അനുഗ്രഹം അവന് കിട്ടുന്നു. അപ്പൊ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആണ്ട. ഈ ദുനിയാവ് അള്ളാഹു സൃഷ്ടിച്ചതും നമ്മുടെ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ മെയിൻ ഉദ്ദേശം അവനെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഒന്നുമല്ല. ഈ ജോലി എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ ജീവിക്കാനല്ല അള്ളാഹു നമ്മൾ സൃഷ്ടി. എല്ലാവരും ചിന്തിച്ച ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ നിസ്കാരം അതെല്ലാം സെക്കൻഡാണ്. ആദ്യ പ്രയോറിറ്റി എനിക്ക് വേണ്ടി ആരാധിക്കാനല്ലാതെ ഒരു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ദുനിയാവൻ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കി അൽഹംദുലില്ലാ അത് നടക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. ബാക്കിയൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ, അതായത് ജോലി ഉള്ളത് എന്തിനാ? ജീവിക്കാൻ. അത് അള്ളാഹ് തരും. ജീവിക്കാൻ ഭക്ഷണവും കിടക്കാൻ താമസം, ആരാധന ചെയ്യണമെങ്കിൽ അത് വേണ്ട, അത് അള്ളാഹ് തരും. ബാക്കിയൊക്കെ ബോണസാണ്. നിങ്ങൾ എത്രമാത്രം പരീക്ഷണം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ പിന്നെയും നിസ്കരിക്കും, ദുആ ചെയ്യും. അതൊക്കെ എന്തായി ആഖിറത്തിലേക്കുള്ള മുതൽ മുടക്ക്. നിങ്ങൾക്ക് അവിടെ എന്താവുന്ന സമ്പാദ്യന കൂടി വരുന്ന നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരാൻ ഉദ്ദേശിക്കും. ഈ മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ പറയുന്ന മനുഷ്യനാണെങ്കിലോ, അവൻ ഒരുപാട് ദുനിയാവിൽ അള്ളാഹ് കൊടുക്കും. പക്ഷെ സന്തോഷം, യഥാർത്ഥ സമാധാനം അവന് കൊടുക്കില്ല. ഈ ഖുർആനിൽ അള്ളാഹ് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതായത് ആരെങ്കിലും എന്റെ സ്മരണയെ വിട്ട് പിന്തിരിഞ്ഞാൽ അയാൾക്ക് ഞാൻ ഒരു ഇടുങ്ങിയ ജീവിതം, ഒരു ഡിപ്രഷനുള്ള ജീവിതം കൊടുക്കും. ഒരു കുറച്ച കാലത്തേക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ആഖിറത്തിൽ ഒന്നും കൊടുക്കില്ല. ഇവിടെ ഒരു ഡിപ്രഷൻ, അകത്തൊരു ഇടുങ്ങിയ ഒരു മനസ്സുണ്ടാവും. അവൻ എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ഒരു ഷോപ്പല്ല പിന്നെ ഒരു ഷോപ്പ് കൊടുക്കും, പിന്നെ ഒരു ഷോപ്പ്, പിന്നെ എല്ലാം പൊട്ടിപ്പോവും. ഒരുപാട് ഷോപ്പിന്റെ പിറகு അവന് മതിയാവുന്നില്ല. പിന്നെയും ദുനിയാവ് അവന് അള്ളാഹുവിനേക്ക് നിസ്കരിക്കാൻ, അള്ളാഹുവിനെ ചിന്തിക്കാൻ സമയം അള്ളാഹ് കൊടുക്കുന്നില്ല. അത് ശിക്ഷയാണ് പോയി, അത് ശിക്ഷയാണ്. അപ്പൊ അവനെ നോക്കിയിട്ട് നീ എന്താ ചെയ്യണ്ട? നീ ബേജാറാവണ്ട. അവന് വേണ്ടി നീ ദുആ ചെയ്യുക, അവന് ഹിദായത്ത് കൊടുക്കണേ. അവന് പൈസ മാത്രം ഉണ്ടാക്കുന്നു, അവൻ മരിച്ചു പോയാലൊന്നും ഒന്നും അധ്വാനിക്കുന്നില്ലല്ലോ. നീ ബേജാറാവണം. അവനോട് അസൂയല്ല പെടണ്ടേ. അവന് നിന്നോട് ആക്ച്വലി അസൂയാണ് പെടേണ്ടത്. പക്ഷെ അസൂയ അങ്ങനെ ആരും പെടത്തില്ല. കാരണം ഈമാനില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്, അവൻ സമ്പാദിക്കുന്നു എന്നൊരു അസൂയ വരുന്നില്ല. എല്ലാവർക്കും ദുനിയാവിന്റെ കാര്യത്തിലാണ് അസൂയ. അതുകൊണ്ട് ഈ ദുനിയാവ് ചതിക്കപ്പെട്ടതാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിലുള്ള എല്ലാം ചതിക്കപ്പെട്ടതാണ്, ഇബ്ലീസാണ്. അതിന് ഇബ്ലീസിനെ സ്നേഹിക്കുമ്പോൾ